യൂറോപ്പിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ഗ്രീസിലേക്ക് കൃഷിപ്പണിക്ക് ആവശ്യമുള്ളത് 2 ലക്ഷത്തോളം പേരെ. തമാശയല്ല, സത്യമാണ്. 2 ആഴ്ച മുമ്പ് യൂറോപ്യൻ യൂണിയനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പല രാജ്യങ്ങളിലും വലിയ ഭൂരിപക്ഷം നേടിയ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നായിരുന്നു കുടിയേറ്റ വിരുദ്ധത. ശക്തമായ മണ്ണിൻ്റെ മക്കളെന്ന വാദം പറഞ്ഞാണ് ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിലെല്ലാം തീവ്ര വലതുപക്ഷം വൻ നേട്ടമുണ്ടാക്കിയത്. അപ്പോഴും സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കുടിയേറ്റം എന്നതൊരു അനിവാര്യത കൂടിയാണെന്നാണ്. കാരണം യൂറോപ്പിൽ ആരോഗ്യ മേഖലയിലും സർവീസ് സെക്ടറിലും മാത്രമല്ല, അടിസ്ഥാനപരമായ കാർഷിക മേഖലയിൽ പോലും പുറത്തുനിന്ന് എത്തിയവരാണ് ജോലി ചെയ്യുന്നത്. ഈ അന്യരാജ്യത്തെ തൊഴിലാളികളില്ലെങ്കിൽ യൂറോപ്പിൻ്റെ സാമ്പത്തിക രംഗം താറുമാറാവുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെപ്പോലെ വാർദ്ധക്യത്തിലെത്തിയവരുടെ എണ്ണം ഗ്രീസിൽ ഉയരുകയാണ്. തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരുടെ സംഖ്യ കുറഞ്ഞു വരുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് യുവാക്കളുടെ കൊഴിഞ്ഞുപോക്കും. ബൾഗേറിയയും ഇറ്റലിയും ജർമ്മനിയും അമേരിക്കയും ഉൾപ്പെടെയുള്ള കൂടുതൽ സമ്പന്നമായ രാജ്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ കുടിയേറുന്നത് ഗ്രീസിനെ വലുതായി ബാധിച്ചിട്ടുണ്ട്. 2009 തുടങ്ങി വർഷങ്ങളോളം നീണ്ടുനിന്ന സാമ്പത്തിക പ്രതിസന്ധി ഗ്രീസിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിരുന്നു. എന്നാൽ ടൂറിസവും വിനോദസഞ്ചാരവുമൊക്കെയായി ഗ്രീസ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ തോട്ടങ്ങളിൽ വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലായി. കാർഷിക മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികളെ എത്തിക്കുന്നതിനായി വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. 1,80,000 തൊഴിലാളികളെ അടിയന്തരമായി വേണമെന്നാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളി ക്ഷാമം മറികടക്കാൻ ഈജിപ്തിൽ നിന്ന് 5,000 തൊഴിലാളികളെ കൊണ്ടുവരാൻ ഗ്രീസ് കരാറിൽ ഒപ്പിട്ടിരുന്നു. കൂടുതൽ തൊഴിലാളികളെ എത്തിക്കാൻ വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യമുയർന്നു. ഈ വർഷം 1.5 ലക്ഷം റെസിഡൻസ് പെർമിറ്റ് അനുവദിക്കാനാണ് ഗ്രീസ് ലക്ഷ്യമിടുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് തൊഴിലാളി ക്ഷാമമുള്ള മേഖലയിൽ വർക്ക് പെർമിറ്റ് നൽകാൻ കഴിഞ്ഞ വർഷം സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ എടുക്കാനും തീരുമാനമുണ്ട്.